അതായത് മറ്റുള്ള ഇപ്പോൾ പത്മകുമാറോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരോ മറ്റേ വിദേശ വ്യവസായിയോ ഒക്കെ കൊടുത്തിരിക്കുന്ന മൊഴി ഏത് തരത്തിലുള്ളതാണെന്നുള്ളത് നമുക്കറിയില്ല. ഇനിയിപ്പം ഇയാളുടെ ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വല്ലതും ആണ് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര ലഘുവായിരിക്കില്ല ചോദ്യം ചെയ്യൽ. അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വെറും ഒരു മൊഴിയെടുപ്പ് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അതൊരു ചോദ്യം ചെയ്യലാണ്. അല്ല, ആള് കടകംപള്ളി ആയതുകൊണ്ടാണ് എല്ലാവരും ഒരു സംശയം. അല്ല, അത് സ്വാഭാവികമായിട്ടുണ്ട്. കടകംപള്ളി എന്നുള്ളത് മാത്രമല്ല, അതപ്പോൾ ആരായാലും ശരി. കഴിഞ്ഞ സ്വർണ്ണക്കടത്ത് കേസിൽ KT ജലീലിനെ ED ഇതേപോലെ ചോദ്യം ചെയ്തു, മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. മണിക്കൂറുകളോളം ഇരുത്തി അയാളുടെ പുറകെ ആൾക്കാർ പോയി. സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും. പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്ന വേറൊരു പ്രവണതയുണ്ട്. അതായത് ഈ ഇടതു മുന്നണിക്കെതിരായിട്ട് എല്ലാ കേന്ദ്രങ്ങളും ഇടതു മുന്നണിയെ ലക്ഷ്യം വെച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് മാധ്യമങ്ങൾ, പിന്നെ UDF, BJP എല്ലാവരും കൂടി ഒന്നിച്ച് ഈ CPM-നെ എതിർക്കുക എന്നുള്ളൊരു ലൈനിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ പിന്നെ ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്താൽ, ED വിളിച്ച് ചോദ്യം ചെയ്താൽ അത് വാർത്തയാവണമെന്നില്ല. അതേസമയം KT ജലീലിനെ വിളിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് വാർത്തയാവും. അതുപോലെ തന്നെയാണ് ഇപ്പം ഭരണത്തിലിരിക്കുന്നവർ ആരെ ആയിരുന്നാലും എതിർക്കുക എന്നുള്ളതാണല്ലോ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഇലക്ഷൻ സമയത്ത് കടകംപള്ളി സുരേന്ദ്രനിൽ മാത്രം അത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു വലിയ വിഷയമായിട്ട് CPM-ന് തലവേദനയായിട്ട് മാറിക്കൊണ്ടിരിക്കും. ശബരിമല അവർ ബാധിച്ചില്ല. ഇപ്പം പൊതുസമൂഹത്തിൽ അത് എത്രത്തോളം ബാധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയൊന്നുമില്ല. ഈ വോട്ടിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് അതൊരു വലിയ സംഭവമാണോ എന്ന് നമുക്ക് ഇപ്പോൾ അവർ പറയുന്ന ന്യായീകരണം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തോന്നിയേക്കാം. പക്ഷേ അതല്ല, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് പിന്നെ വേറൊരു വിഷയമുണ്ട്. ഇന്നിപ്പോൾ ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്ത വാർത്ത ഇപ്പം പുറത്തു വന്നു. ഇന്നലെ വരെ CPM ഒരു സ്റ്റെപ്പ് മോളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതായത് കർണാടകയിലെ ആ ബുൾഡോസർ വിഷയവും മറ്റത്തൂര് പോലുള്ള സ്ഥലങ്ങൾ, ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പം UDF-ഉം BJP-യും SDPI-യും ഒക്കെ ആയിട്ടുള്ള അലയൻസും ഒക്കെ വളരെ കാര്യമായി ചർച്ച ചെയ്ത് അവരൊന്ന് ഒരു മേൽക്കൈ നേടി വന്ന സമയമാണ്. ആ സമയത്താണ് ഇപ്പം ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നുള്ള ഒരു വാർത്ത വരുന്നത്. ഇനിയിപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റേ സാധനം മുഴുവനൊക്കെ താഴെ പോവും. ഇനിയിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മുഴുവനും ഇയാളെ ചോദ്യം ചെയ്തു, ഇയാളെ അറസ്റ്റ് ചെയ്യുമോ, എന്താണ് ഇയാൾക്കിതിലുള്ള പങ്ക് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി നടക്കാൻ പോകുന്ന ചർച്ചകൾ മുഴുവനും. അപ്പം മറ്റേ വിഷയം ഇതായിപ്പോവും. മറ്റേ വിഷയം ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് സജീവമായി ഉപയോഗിക്കാനായിട്ട് CPM കരുതി എടുത്തിരുന്ന വിഷയമാണ്. പക്ഷേ അത് പോയി കിട്ടും. ഇതാണ് ഇപ്പം ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം.